നമസ്കാരം. പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണത്തെപ്പറ്റി CPM-ഉം സർക്കാരും പറയുന്ന ഒരു പതിവ് പല്ലവിയുണ്ട്. എന്തെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞോ എന്ന്. ആ സുദിനം വന്നിരിക്കുന്നു സർക്കാരെ. നിങ്ങൾ ഇന്നലെ സഭയിൽ വെച്ച CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇന്നു പറയുന്നു, ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് ഒരു ഭരണഘടനാ സ്ഥാപനം അടിവരയിടുന്നു എന്ന്. BJP-യുടെ CAG എന്ന് ഐസക് ഇന്നലെ മുതൽ ഓർമ്മക്കുറവുള്ള മുൻ മന്ത്രി ശൈലജ ടീച്ചറിനെ ഇന്ന് കാണാൻ കിട്ടിയതുമില്ല. ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. കൈകളങ്ങനെ ഉയർത്തിക്കാട്ടിയുള്ള ആ പ്രത്യേക ആക്ഷൻ വരാൻ പോകുന്നു. ഈ കൈകൾ ശുദ്ധമാണെന്ന് പിണറായി പറയും. അപ്പോൾ ട്രഷറി ബെഞ്ചിലുള്ള പൂവത്തൂർ ചിത്രസേനന്മാർ കൈമണി കൊട്ടി വാഴ്ത്തുപാട്ട് പാടിത്തുടങ്ങും. അതിന്റെ ആവർത്തനമാണോ കാണാനിരിക്കുന്നത്? എങ്കിലും കോവിഡ് കാലത്തെ കൊള്ളയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ സർക്കാരിന്റെ മുഖം വികൃതമാകുകയല്ലേ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. കോവിഡ് കൊള്ള വെളിച്ചത്തോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും VK പ്രശാന്ത് MLA, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേരുന്നു. അല്പസമയത്തിനകം ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാലും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ VK പ്രശാന്ത്, നിങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഫോണിന്റെ കാര്യത്തിലായാലും AI ക്യാമറ വിവാദത്തിലായാലും ഒക്കെ കോടതിയിൽ വരെ പോയല്ലോ, എന്നിട്ട് എന്തെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞോ എന്നായിരുന്നു. ഇന്നിപ്പോൾ ആ സാഹചര്യം മാറിയില്ലേ? അല്ല, അങ്ങ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷം ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. രാവിലെ ഞാനൊന്ന് വ്യക്തമാക്കാം. രാവിലെ രമേശ് ചെന്നിത്തലയും അതിനുശേഷം നിയമസഭയിൽ മീഡിയ റൂമിൽ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും ആവർത്തിച്ചൊരു കാര്യമുണ്ട്. അവരെന്താണോ എഴുതി അഴിമതി ആരോപണമായി ഉന്നയിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, എഴുതി അഴിമതി ആരോപണമായി ഉന്നയിച്ചത്, അന്നത്തെ ആ കാര്യങ്ങളെല്ലാം അടിവരയിടുന്നതാണ് നിങ്ങൾ ഇന്നലെ വെച്ച CAG റിപ്പോർട്ട് എന്ന്. അല്ല, അതെനിക്ക് മനസ്സിലായി. രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും അതിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ബാധ്യതയും ഞങ്ങൾക്കുണ്ട്. ഒരു 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 വാർത്താ ചാനലിന്റെ അവതാരകൻ എന്ന നിലയിൽ അങ്ങ് എന്തോ സന്തോഷ് ട്രോഫിയോ ഒളിമ്പിക്സോ ഒക്കെ വിജയം നേടിയ ഒരു ജേതാവിന്റെ ഭാവത്തിൽ ആദ്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങ് ഈ ചർച്ച നയിക്കുന്നത് ഒരു മുൻകൂട്ടിയുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതങ്ങ് സമ്മതിക്കണം. ഇതിലിപ്പോൾ കോൺഗ്രസിൻ്റെയോ മറ്റ് പ്രതിനിധികളെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അങ്ങ് ഞാനും തമ്മിൽ ചർച്ച ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു മനോഭാവം ശരിയല്ല എന്നത് ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിക്കട്ടെ. കാരണം ഇവിടെ നമുക്കറിയാമല്ലോ, കോവിഡ് നമ്മൾ ആദ്യമായി നേരിട്ട ഒരു ഗുരുതരമായിട്ടുള്ള ഒരു രോഗപ്രതിസന്ധിയായിരുന്നു. ചൈനയിൽ അത് റിപ്പോർട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും അത് വ്യാപിച്ചു. കേരളത്തിലാണ് അത് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായിട്ടും ആ രോഗത്തെക്കുറിച്ചോ അതിൻ്റെ പകർച്ചയെ സംബന്ധിച്ചോ മരണനിരക്കിനെ സംബന്ധിച്ചോ എങ്ങനെ തടയണം എന്നതിനെ സംബന്ധിച്ചോ നമുക്ക് ആർക്കും ഒരു രൂപവും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് വളരെ അടിയന്തരമായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി. അന്ന് ശ്രീമതി ശൈലജ ടീച്ചറായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഇതെല്ലാം ശരിയാണ് ശ്രീ VK പ്രശാന്ത്, അതെല്ലാം അറിയുന്ന കാര്യമാണ്. ഞാൻ നേരിട്ട് അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല, നേരിട്ടൊരു ചോദ്യം. ഈ പറയുന്ന ഇന്നലെ ശൈലജ പറഞ്ഞത്, ഇതിനു മുൻപ് ഈ വിഷയം വന്നപ്പോൾ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ പലവട്ടം ശൈലജ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇന്ന് തോമസ് ഐസക് പറയുന്നത്, ഇതെല്ലാം വല്ലാത്ത ക്ഷാമമായിരുന്നു. PPE കിറ്റിന് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. ഈ പറയുന്ന സാൻ ഫാർമ അല്ലാതെ ആരിൽ നിന്നും ക്വാളിറ്റി ഉള്ളത് കിട്ടാനുള്ള അവസ്ഥയും ഉണ്ടായിരുന്നില്ല എന്നതാണല്ലോ ന്യായീകരണം. അവിടെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് കത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അനിത ടെക്സ്കോയെ പറ്റിയുള്ള കത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കൃത്യമാണ് കാര്യങ്ങൾ. ആ കത്ത് കിട്ടിയതിന് ശേഷം പിറ്റേ ദിവസമാണ് ഈ സാൻ ഫാർമയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഈ പറയുന്ന പണം നൽകിക്കൊണ്ടുള്ള ഇടപാടിലേക്ക് സർക്കാർ പോകുന്നത്. അതെന്തുകൊണ്ട്? അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അങ്ങ് ചില പോയിന്റുകൾ പറയുന്നു, അത് മാത്രം ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണം വാശി പിടിക്കരുത്. അല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാണ് വളരെ വിനയത്തോടെ ചോദിക്കുകയാണ്. അവതാരകന്റെ 29/3/2020 അല്ലല്ല 29/3/2020 ഈ ഓർഡർ കൊടുക്കുന്നത്. 28/3/2022 അനിത ടെക്സ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 550 രൂപയ്ക്ക് 25,000 PPE കിറ്റ് തരാം എന്ന് പറഞ്ഞ കത്ത് ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇത്തരമൊരു നീക്കമുണ്ടായി?
അല്ല, അതാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. ഈ കാര്യങ്ങൾ ഗവൺമെന്റ് കൂടുതൽ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് വിശദീകരിക്കട്ടെ. ഇപ്പൊ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു റിപ്പോർട്ട് നിയമസഭയുടെ മുമ്പാകെ സമർപ്പിച്ചു. ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൂടുതൽ വിശദീകരണം നൽകും. ആ വിശദീകരണം വരുന്നതോടുകൂടി അങ്ങ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. ഞാൻ അതിന്റെ ഒരു സാഹചര്യമാണ് പറഞ്ഞു വന്നത്. അന്ന് കോവിഡ് പോലുള്ള ഒരു വലിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാര്യമുണ്ട്. ഈ കത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ ഇനിയാണ് വിവരങ്ങൾ ഈ പറയുന്ന CAG ബന്ധപ്പെട്ട ഈ മന്ത്രാലയവുമായിട്ടൊക്കെ ഈ ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പുമായൊക്കെ ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തുക, മതിയായ വിവരങ്ങളൊക്കെ സർക്കാരിന് കൊടുക്കാനുള്ള അവസരം ഉണ്ടാവുക. ഇതെല്ലാം കഴിഞ്ഞാണ് ഈ റിപ്പോർട്ട് ടേബിൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് സർക്കാരിൽ നിന്നൊരു മറുപടിയായി വരേണ്ടത്? ബഹുമാന്യനായ അങ്ങ് ദയവ് ഇതൊന്ന് സഹകരിക്കുക. അങ്ങ് പഴയ കഥകളിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അതിലേക്ക് വരാം നമുക്ക്. ആദ്യം ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ അങ്ങയിലേക്ക് വരാം. അല്ലല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ്. എന്നിലേക്ക് അത് ചാരണ്ട. ഡോക്ടർ ജിൻഡോ അല്ല, VK പ്രശാന്ത്, ഇങ്ങനെ ഒരു അസഹിഷ്ണുത വേണ്ട. അങ്ങ് മാന്യനായ ഒരു അതിഥിയല്ലേ. അങ്ങ് ഒരു അല്പസമയം ഒന്ന് സഹകരിക്കുക. ഒരു സെക്കൻഡ് ഡോക്ടർ ജിൻഡോ ജോൺ വേഗം ഇതിന് മറുപടി എന്നിട്ട് എനിക്ക് VK പ്രശാന്തിലേക്ക് പോകാം. ഒരു സെക്കൻഡ് സാർ. ശ്രീ ജിൻഡോ ജോൺ വേഗം അതിന്റെ ഒരു മറുപടി നീട്ടരുത്. എനിക്ക് VK പ്രശാന്തിലേക്ക് പോകേണ്ട. അല്ല, അങ്ങ് ഇനി ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ ചർച്ചയിൽ നിന്ന് മാറുകയാ. അങ്ങ് ഏകപക്ഷീയമായിട്ട് ചർച്ച നടത്താനാണെങ്കിൽ ഞങ്ങളെയൊന്നും വിളിക്കേണ്ട കാര്യമില്ലല്ലോ. VK പ്രശാന്ത് ഒരു സെക്കൻഡ് ഒരല്പം ഒന്ന് കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ മറുപടി എന്നോട് ചോദ്യം എന്നിട്ട് ശ്രീ പ്രശാന്തിലേക്ക് വരാം. വേഗം വേണു, ഇതിൽ മാസപ്പടി കേസ് പുറത്തു വന്നപ്പോൾ കേരളത്തിൽ മുഴുവൻ ചർച്ചയായപ്പോൾ ഒരു പത്രത്തിൽ വാർത്ത വരികയും ചാനൽ ചർച്ചകളുടെ സമയത്ത് CPM നേതാക്കന്മാരെടുത്ത നിലപാടെന്താ? വീണ വിജയനെയും അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക് സൊല്യൂഷൻസിനെയും ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ, അന്വേഷണ ഏജൻസികൾ കേട്ടിട്ടില്ല, അവരുടെ ഭാഗം കേട്ടിട്ടില്ല എന്നാണ്. സമാനമായ സാഹചര്യമാണ് ഇതുവരെ PPE കിറ്റ് അഴിമതി, മാസ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ പറഞ്ഞത്. കോവിഡ് കാലത്തെ കൊള്ളയെക്കുറിച്ച് ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലല്ലേ CAG റിപ്പോർട്ട് വന്നിട്ടുള്ളത്. വിവിധ രേഖകൾ പരിശോധിക്കുന്നു, സർക്കാരിന് കിട്ടിയിട്ടുള്ള ടെൻഡറുകൾ പരിശോധിക്കുന്നു, സർക്കാർ കൊടുത്ത കരാറുകൾ പരിശോധിക്കുന്നു, സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഒപ്പീനിയനും കളക്ട് ചെയ്തതിനു ശേഷം ഫൈനൽ റിപ്പോർട്ട് വരികയാണ്. അത് മേശപ്പുറത്ത് വെക്കുമ്പോൾ ഇവർ പറയാം ഞങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല എന്ന്. എന്ത് ന്യായം പറയുന്നത്? രണ്ടു തരം തട്ടിപ്പാണ് നടന്നത്. ഒന്ന്, കോവിഡ് കാലത്ത് PR വർക്കിന്റെ ഭാഗമായിട്ട് മരണക്കണക്കുകൾ കുറച്ച് കാണിച്ചു, ടെസ്റ്റ് പോസിറ്റിവിറ്റി ഒരു നിയമസഭാ അംഗം പറയുകയാണ് ആ കാര്യത്തിൽ. അതിൽ സർക്കാരിന്റെ വിശദീകരണം വരട്ടെ എന്ന്. വേഗം അതിനുള്ള മറുപടി. മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് വഴിയേ പോകാം. അല്ല, സർക്കാരിന്റെ വിശദീകരണം വരട്ടെ എന്നാണ് KK ശൈലജ എന്ന് പറയുന്ന മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് എന്താ? ഈ ഉദ്യോഗസ്ഥരെയാണ് വിശ്വാസം എന്നാ പറയുന്നത്. അപ്പോൾ ഈ ഭരണപക്ഷത്തിരിക്കുന്ന VK പ്രശാന്ത് MLA പറയുന്നു സർക്കാർ പ്രതികരിക്കട്ടെ എന്ന്. ആരാ സർക്കാർ? പ്രശാന്തെ, സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MLA മാരും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ഉദ്യോഗസ്ഥരുമാണ്. ഇത്രയും ആളുകൾ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ മറുപടി നിങ്ങൾ പറയണ്ടേ? CAGക്ക് മുമ്പിൽ കൊടുത്തിട്ടുള്ള കണക്കുകൾ അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ കൊടുത്തിട്ടുള്ള രേഖകളൊക്കെ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഭാഗം പറഞ്ഞിട്ടുള്ളതല്ലേ? ഇനി പൊതുജനങ്ങളോട്, കേരളത്തിലെ നിയമസഭയോട്, പ്രതിപക്ഷത്തോട് നിങ്ങൾ മറുപടി പറയണം. ന്യായം അന്യായങ്ങൾ നിങ്ങൾ പറയണം, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. എന്തുകൊണ്ടാണ് കുറഞ്ഞ വിലയ്ക്ക് അവൈലബിൾ ആയിട്ടും കൂടിയ വിലയ്ക്ക് നിങ്ങൾ അത് വാങ്ങിയത്? ശരി, ശ്രീ VK പ്രശാന്ത്. അല്ല, അങ്ങ് എന്നെ സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ സംസാരിക്കാം. ഇല്ലെങ്കിൽ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഞങ്ങളത് കേൾക്കാം, നിശബ്ദമായി കേൾക്കാം. അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ വിശദീകരിച്ചു വന്നത് അത്തരമൊരു അടിയന്തര സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിൽ ആ അടിയന്തര സാഹചര്യത്തെ മറിച്ചു കടക്കാൻ, മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ടും ചൈനയാണ് അന്ന് PPE കിറ്റുകളും മറ്റുമൊക്കെ ധാരാളമായി നിർമ്മിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ചൈനയിൽ രോഗവ്യാപനം രൂക്ഷമായ ഘട്ടത്തിലാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഓർഡറുകൾ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അന്ന് സ്വാഭാവികമായിട്ടും PPE കിറ്റുകൾക്കും വലിയ ഡിമാൻഡ് ഉണ്ടായി, മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടായി. ആ ഡിമാൻഡിന്റെ സമയത്ത് കയ്യും കെട്ടി വില കൂടിയത് കൊണ്ട് ഞങ്ങൾ ഇതൊന്നും വാങ്ങില്ല എന്ന ഒരു നിലപാട് ഗവൺമെന്റ് എടുക്കാൻ വേണ്ടി കഴിയുമോ?
അപ്പൊ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ആവശ്യം വേണ്ടുന്ന ഉപകരണങ്ങൾ അത് എത്ര വിലക്കായാലും വാങ്ങേണ്ട ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. നമ്മൾ ആ കോവിഡിന്റെ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി ചർച്ച ചെയ്യണ്ടേ? ആ കോവിഡിന്റെ സാഹചര്യം ഞാൻ പറയുമ്പോൾ അതെല്ലാം പഴയ കാര്യമാണെന്നാണ് പറയുന്നത്. ആ പഴയ കാലത്ത് വാങ്ങിയതിനെ കുറിച്ചാണ് ഇപ്പോ CAG റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യം വന്നതിന്റെ ഭാഗമായിട്ടാണ് ഉയർന്ന വിലയ്ക്ക് പല ഉപകരണങ്ങളും നമുക്ക് വാങ്ങേണ്ടതായിട്ട് വന്നത്. ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കാതെ ഇന്ന് ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അന്ന് ഇതെല്ലാം വാങ്ങിക്കിട്ടുള്ള ശൈലജ ടീച്ചർ അഴിമതിക്കാരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനെ അംഗീകരിച്ചു തരാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ CAG റിപ്പോർട്ട് വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനം തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നതാണ്. ഞങ്ങളുടെ മുമ്പിൽ ഇന്നാണല്ലോ CAG റിപ്പോർട്ട് അന്ന് ഈ പറയുന്ന PPE കിറ്റിന്റെ ക്ഷാമമല്ല, അന്ന് 550 രൂപയ്ക്ക് ഗവൺമെന്റ് തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രശാന്തേ ഈ PPE കിറ്റ്. പ്രശാന്ത് ഒന്ന് ചെവിയിലേക്ക് വെക്കുക, എന്നാലേ കേൾക്കാൻ കഴിയും. പ്രശാന്ത് ഇപ്പോൾ കേൾക്കാമെന്ന് കരുതുന്നു. ആ പഴയ കാലവും ആ പഴയ കഥയും തന്നെ നമുക്ക് എടുക്കാം. ആ ഘട്ടത്തിൽ 550 രൂപയ്ക്ക് ഗവൺമെന്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രശാന്ത് PPE കിറ്റ്, 550 രൂപയ്ക്ക്. അവിടെയാണ് ഈ പറയുന്ന അതായത് ആ നിരക്കിൽ എപ്പോൾ ലഭ്യമാണ്, ആ നിരക്കിൽ സർക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് 3 ഇരട്ടി അധിക വില കൊടുത്ത് 1550 രൂപയ്ക്ക് ഈ പറയുന്ന സാൻ ഫാർമയ്ക്ക് ഇത് കൊടുക്കുന്നത്. അതെന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. അത് നമുക്ക് CAGയോട് മറുപടി പറയേണ്ടതല്ലോ, നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ, അങ്ങ് സൂചിപ്പിച്ച ആ കാലത്തെ യാഥാർത്ഥ്യം. അതെ, ഞാൻ അതാണ് പറഞ്ഞത്. കോവിഡിന്റെ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ആരാണോ ഇത്തരം സുരക്ഷാ ഉപകരണങ്ങൾ നൽകുന്നത്, സ്വാഭാവികമായിട്ടും ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അവർ വില ഉയർത്തും. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ വില ഉയർത്തുന്ന സന്ദർഭത്തിൽ വില കൂടിപ്പോയത് കൊണ്ട് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുമോ? അന്ന് PPE കിറ്റില്ലാതെ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടി കഴിയില്ല, കയ്യുറയില്ലാതെ ചികിത്സിക്കാൻ വേണ്ടി കഴിയില്ല, സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ചികിത്സിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അതെല്ലാം ഒരുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് അന്ന് 550 രൂപയ്ക്ക് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ നിരക്ക് 545 സർക്കാർ പറയുന്നത്, 5 രൂപ അധികത്തിൽ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെ സർക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ്, ആ ദിവസങ്ങൾക്കകമാണ് ഈ പറയുന്ന 3 ഇരട്ടി വിലയ്ക്ക് ഇത് വാങ്ങുന്നത്. ചോദ്യം 1. 2, അങ്ങീ പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങീ പറയുന്ന സാഹചര്യത്തിൽ ഈ അനിത ടെക്സ്കോട്ട് ഈ 28/3 550 രൂപയ്ക്ക് ഇത് തരാമെന്ന് പറയുകയാണ്. 25,000 കിറ്റ് നമ്മൾ സാൻ ഫാർമയ്ക്ക് ആണിത് കൊടുക്കുന്നത്. 1550 രൂപയ്ക്ക് കൊടുക്കുന്നു. അവർ ഈ കിറ്റ് തന്ന എപ്പോഴാണ്? 21 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിന് മുൻപ് 550 രൂപയ്ക്ക് തരുന്നവർ അപ്പോൾ തന്നെ തന്നുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ക്ഷാമം? എവിടെയാണ് ഈ 550 1550 ആയ കഥ? അല്ല, അതെനിക്ക് പഠിച്ചാൽ മാത്രമേ അതിന്റെ വിശദമായി പറയാൻ വേണ്ടി കഴിയൂ. നമുക്കിതിന്റെ ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അപ്പോൾ ഒരു ഉപകരണം വാങ്ങുമ്പോൾ, ഏതെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പർച്ചേസ് മാനുവലും മറ്റ് സംവിധാനങ്ങളും ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികളും ഒക്കെ ഉണ്ടല്ലോ. അവരുടെ പരിശോധനയും ഗുണനിലവാര കാര്യങ്ങളും എല്ലാം പരിശോധിച്ചിട്ടായിരിക്കും ഓർഡർ നൽകുക. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സാൻ ഫാർമ കമ്പനി 1550 രൂപയ്ക്ക് കോട്ട് ചെയ്തു എന്നുള്ളത് സൂചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അന്നത്തെ കമ്മിറ്റി അത് പരിശോധിച്ച് ഗുണനിലവാരത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം അത്തരമൊരു വില നിശ്ചയിക്കാൻ വേണ്ടി ഇടയായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്കിത് കൂടുതൽ വിശദമായി പഠിച്ചാൽ മാത്രമേ ഈ കാര്യം കൃത്യമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അത് വരും ദിവസങ്ങളിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അത് ഗവൺമെന്റ് സംവിധാനവും ഞങ്ങൾ ഉൾപ്പെടെ അത് പറയാൻ വേണ്ടി കഴിയും. ഞങ്ങളുടെ മുമ്പാകെ ഇന്നാണല്ലോ CAG റിപ്പോർട്ട്, രാവിലെയാണല്ലോ ഞങ്ങളുടെ മുമ്പിൽ ലഭിക്കുന്നത്. ആ CAG റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കാനുള്ള സമയം പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. ഞാനത് കൃത്യമായിട്ട് തുടക്കം മുതൽ നോക്കുകയായിരുന്നു. എത്രയോ നല്ല കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. CAGയുടെ നിരീക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ ഒരൊറ്റ പോയിന്റ് 10.23 കോടി രൂപയുടെ അധിക ചെലവിലേക്ക് നയിച്ചു എന്ന് പറയുന്ന ഒരു പാര എടുത്തിട്ടാണ് ആ ഗവൺമെന്റ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്, അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയതിനു ശേഷം നമുക്ക് വീണ്ടും ഇരിക്കാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 1553 രൂപ നൽകേണ്ടി വന്നത്? ഇത് കൃത്യമായി മറുപടി പറയാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഒരു നിയമസഭാ സാമാജികൻ, ഒരു ആദരണീയനായ നിയമസഭാ സാമാജികൻ, ഇന്ന് ആ C&AG റിപ്പോർട്ട് കൈപ്പറ്റിയിട്ടല്ലേ ഉള്ളൂ. അത് വായിക്കാനുള്ള സാവകാശം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ നിർബന്ധിക്കാൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്ന തോമസ് ഐസക്കിന് ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തതയോടെ മറുപടി പറയേണ്ട ഒരാളാണ്. തോമസ് ഐസക്ക് പറയുകയാണ്, തോമസ് ഐസക്ക് പിന്നെ പ്രശാന്ത് കൊടുത്ത ആനുകൂല്യം പോലും ഈ C&AGക്ക് കൊടുക്കുന്നില്ല. ഒറ്റയടിക്കത് BJPയുടെ C&AG ആണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കേരളത്തിനെതിരെ കുരിശുയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് C&AG എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അപ്പോൾ ഇവരൊക്കെ തന്നെ കാര്യമായി പഠിക്കേണ്ടതുണ്ട്. C&AG BJPയുടെ കയ്യാളായി പ്രവർത്തിക്കുകയാണോ അല്ലയോ,
അതല്ല CJ BJPയുടെ കയ്യാളായി പ്രവർത്തിച്ചുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ മറ്റൊരു കയ്യാളായി പിണറായി പ്രവർത്തിക്കുന്നതുകൊണ്ട് കൈമണി കൊട്ടി പാടിയിട്ടുണ്ടോ? ഇതൊക്കെ ഇനി ഇവർക്കൊരു വ്യക്തത വരേണ്ടതാണ്. അവർ അതിനൊരു സാവകാശം തേടിയാൽ അതിൽ ഒരു നിർബന്ധ ബുദ്ധിയോടെ ഇല്ല ഇപ്പം തന്നെ പറഞ്ഞേ കഴിയൂ എന്നൊരു നിലപാടെടുക്കാൻ കഴിയില്ല. ഈ പറയുന്ന പ്രശാന്തിൻ്റെ മാന്യമായ പ്രതികരണത്തിനപ്പുറത്ത് ഇതിൽ ഈ സർക്കാരിനെ പ്രതിരോധിക്കേണ്ട ശൈലജയുടെയും ഐസക്കിൻ്റെയും മറുപടികളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വേണു, ഇതിലൊരു വല്ലാത്ത നിഷ്കളങ്കത പ്രശാന്ത് അഭിനയിക്കുകയാണ്. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശാന്തിന് ഈ CAG റിപ്പോർട്ട് ഇത്രയും ബൃഹത്തായ റിപ്പോർട്ട് ആയതുകൊണ്ട് വായിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നു കൃത്യമായിട്ട് വായിച്ചപ്പോൾ അതിൽ കുറേ നല്ല കാര്യങ്ങൾ ഈ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അതിലൊരു മോശപ്പെട്ട കാര്യമായിട്ടുള്ള ഈ അഴിമതി മാത്രം പ്രത്യേകം ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു. കൃത്യമായിട്ട് വായിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. ഇനി വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് വായിച്ചിട്ടായിരിക്കുമല്ലോ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് CAG റിപ്പോർട്ടിനെ നഖശിഖാന്തം എതിർത്ത് തള്ളിക്കളയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിനെ വിളിച്ചൊന്ന് ചോദിക്കണം, എന്തുകൊണ്ടാണ് തോമസ് സാറേ താങ്കൾ ഇതിനെ എതിർക്കുന്നത്? അത് എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ എനിക്ക് മീഡിയ വണ്ണിൽ പോയി ഒന്ന് പറയാനാണെന്ന് അതെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ. 5 മിനിറ്റ് മതിയായിരുന്നല്ലോ അങ്ങനെ ഒന്ന് ചോദിക്കാൻ. അതൊന്നും പറയാതെ വെറുതെ അങ്ങ് തള്ളി പറയുകയാണ്. അതായത് ഞങ്ങൾക്കിത് പഠിക്കാനുണ്ട്, കുറച്ച് ദിവസം കഴിയും പറയും ഇതിൽ കുറേ കാര്യക്ഷമമായിട്ട് പഠനം നടത്താനുണ്ട്, മുൻ ആരോഗ്യമന്ത്രിക്കും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സർക്കാർ മറുപടി പറയുന്നു. ആരാണ് സർക്കാർ? ഇവർ പിന്തുണയ്ക്കുന്ന ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെയാണ് സർക്കാർ. അപ്പോൾ ഇവർ മറുപടി പറയണം. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം, നല്ല കാര്യങ്ങൾ ചെയ്തതിനെ ആരും പറയുന്നില്ലെന്ന്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് ഇടയ്ക്കിടയ്ക്ക് സർക്കാർ ഉത്തരവാദിത്തം നിറവേറ്റിയെന്ന് പറഞ്ഞ് കൈയടിക്കേണ്ട കാര്യമില്ല. അതിന്റെ മറവിൽ വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ, കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അത് ചോദ്യം ചെയ്യും. കാരണം ഞങ്ങൾക്ക് സംരക്ഷണം തരാൻ നിങ്ങളെ ഏൽപ്പിച്ചപ്പോൾ നിങ്ങൾ കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യലാണ് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അത് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചെയ്യും. അതിൽ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനി അടുത്തത് അടിയന്തര സാഹചര്യം എന്ന് പറയുന്നു. അടിയന്തര സാഹചര്യത്തിൽ 28-ാം തീയതി 550 രൂപയ്ക്ക് PPE കിറ്റ് തരാമെന്ന് 25,000 PPE കിറ്റ് തരാമെന്ന് പറഞ്ഞ അനിത ടെസ്കോട്ടിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ 10,000 മതി, ബാക്കി 15,000 വേണ്ട എന്ന് തീരുമാനിക്കുന്നു. 29-ാം തീയതി 456 രൂപയ്ക്കും 472 രൂപയ്ക്കും 486 രൂപയ്ക്കും ഒക്കെ തരാമെന്ന് പറഞ്ഞ 3 കമ്പനികൾ അവൈലബിൾ ആയിട്ട് ഇവിടെ നിൽക്കുന്നു. എത്ര PPE കിറ്റ് വേണമെങ്കിൽ തരാമെന്ന് പറയുന്നു. പക്ഷേ മാർച്ച് 30-ാം തീയതി നിങ്ങൾ 1,550 രൂപയ്ക്ക് സാൻഫാർമയിൽ നിന്ന് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് അടിയന്തര സാഹചര്യത്തിൽ ആരുടെ അടിയന്തരം നടത്താൻ വേണ്ടിയിട്ട് നടത്തിയ കൊള്ളയാണെന്ന് നിങ്ങൾ പറയണം. കാരണം 3 ദിവസത്തെ ഇടവേളകളിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പോലും 700 രൂപയ്ക്കും 650 രൂപയ്ക്കും അല്ലെങ്കിൽ 800 രൂപയ്ക്കും PPE കിറ്റ് കിട്ടുമ്പോൾ കേരള സർക്കാരിന് മാത്രം എന്തുകൊണ്ട് 1,550 രൂപയ്ക്ക് PPE കിറ്റ് മേടിക്കേണ്ടി വന്ന എന്ന് നിങ്ങൾ പറയണ്ടേ? ആ 3 ദിവസത്തിൽ 28-ാം തീയതി നിങ്ങൾ 550 രൂപയ്ക്ക് 10,000 കിറ്റ് പർച്ചേസ് ചെയ്തു. 29-ാം തീയതി 3 കമ്പനികൾ 500 രൂപ താഴെ തരാമെന്ന് പറയുന്നു. അവരുമായിട്ട് കരാർ ഒപ്പിടാതിരിക്കുന്ന ദിവസം അതിന്റെ പിറ്റേ ദിവസം 30-ാം തീയതി നിങ്ങൾ 1,550 രൂപയ്ക്ക് കിറ്റ് വാങ്ങിയത് എന്ത് അടിയന്തര സാഹചര്യമാണെന്ന് നിങ്ങൾ മറുപടി പറയണം. ഇതിൽ എന്താ അറിയോ, മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ കരാർ കഴിഞ്ഞ കമ്പനിക്ക് വീണ്ടും കരാർ പുതുക്കി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ജലവൈദ്യുത മന്ത്രി അറിയുന്നില്ല, അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രി അറിയുന്നില്ല. അതുപോലെ തന്നെ ഒയാസിസ് എന്ന് പറഞ്ഞ മദ്യ കമ്പനിക്ക് കരാർ കൊടുത്തതുമായി ബന്ധപ്പെട്ട ചർച്ച കേരളത്തിൽ നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കിട്ടിയതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. കോവിഡ് കാലത്ത് ഒരു വലിയ PR വർക്ക് നടത്തി, മരണസംഖ്യ കുറച്ച് കാണിച്ചു, കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറച്ച് കാണിച്ചു. 2 ഇടതുപക്ഷ CPM അനുകൂല എഴുത്തുകാരെ കൊണ്ട് ലോകത്തുള്ള പല മാധ്യമങ്ങളിൽ ഒരു വാർത്ത നിരന്തരം പടച്ചുവിട്ടു. കോവിഡ് പിടിച്ചു നിർത്തിയത് ഈ പറഞ്ഞ KK ശൈലജയെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ, മഹാരാഷ്ട്രയിൽ 12 കോടി ജനങ്ങൾ. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഉണ്ടായത് കേരളത്തിലാണ്. ആ കണക്ക് പോലും കള്ളക്കണക്കാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കോടതിയുടെ നിരീക്ഷണം അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്, കോടതിയുടെ ഒബ്സർവേഷൻ അക്കാര്യത്തിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ സർക്കാർ എല്ലാ രീതിയിലും ഒരേ സമയം PR വർക്ക് നടത്തി, മറുവശത്ത് അഴിമതി നടത്തി, ഈ മരണ വീട്ടിൽ പോക്കറ്റ് അടിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു പറയാം ക്വാളിറ്റി നോക്കിയെന്ന്. നിങ്ങളപ്പോൾ 550 രൂപയ്ക്ക് മേടിച്ചതിന്റെ ക്വാളിറ്റി നോക്കാതെയാണോ നിങ്ങൾ നാട്ടുകാർക്ക് വിതരണം ചെയ്തത്? നിങ്ങൾ പച്ചക്കറി കച്ചവടക്കാരന് മാസ്കും അല്ലെങ്കിൽ തെർമോമീറ്ററും കൊടുക്കാനായിട്ടുള്ള കരാർ കൊടുത്തല്ലോ. ഇതിൻ്റെയൊക്കെ ഈ കമ്പനികളുടെയൊക്കെ ഓഫീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഞെട്ടും. സാൻഫാർമയുടെയൊക്കെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്ന, അവരുടെ ഫ്രാഞ്ചൈസി ഒക്കെ പ്രവർത്തിക്കുന്ന ആലപ്പുഴയിലെന്നൊക്കെ പറയുന്നത് CPM-ന്റെ കൊള്ളയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് KK ശൈലജ പതുക്കെ കൈ കഴിയത്. എന്നെ മറയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊള്ള നടത്തിയിരിക്കുന്നു. കാരണഭൂതന്റെ തറവാട്ടിലേക്കാണ് ഈ കൊള്ള മുതൽ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് VK പ്രശാന്തിനെ പോലുള്ള ആളുകൾക്ക് പോലും ഇത് കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റാത്തത്. ഞങ്ങൾക്കൊക്കെ പഠിക്കാൻ കിട്ടിയ സമയം നിങ്ങൾക്ക് എന്താ പഠിക്കാൻ കിട്ടാതെ പോകുന്നത്? നിങ്ങളല്ലേ ഇത് വലിയ വാഴ്ത്തുപാട്ടായിട്ട് പാടിയത്? ടീച്ചറമ്മ ഉറങ്ങാതിരിക്കുന്നത് നോക്കാൻ പോയ MLA-മാർക്ക് ടീച്ചറമ്മയുടെ കാലത്ത് നടന്ന ഒരു 10.5 കോടി രൂപയുടെ അഴിമതിയെ കുറിച്ച് മറുപടി പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയണ്ടേ? ശരി, എനിക്ക് സജീവൻ സാറിലേക്ക് പോകണം. അതിനു മുമ്പ് ഇത്രയും വിമർശനങ്ങൾ വന്ന സ്ഥിതിക്ക് ശ്രീ VK പ്രശാന്ത് അങ്ങയുടെ മറുപടിക്ക് ശേഷം പോകാം.
അല്ല, അങ്ങത് പഠിച്ചെന്ന് പറഞ്ഞു. എന്താണ് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഞാൻ അതിന്റെ സാഹചര്യം പറഞ്ഞല്ലോ. കോവിഡ് പോലുള്ള ഒരു മഹാമാരി വന്ന ഘട്ടത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ സ്വീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ MK മുനീർ അന്ന് നിയമസഭ നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ അടിയന്തര പ്രമേയത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ അന്നത്തെ ഗവൺമെന്റ് ഭാഗമായി മന്ത്രിയെ പ്രവർത്തിച്ച ശൈലജ ടീച്ചർ കൃത്യമായി മറുപടി നൽകിയതാണ്. ഏത് സാഹചര്യത്തിലാണ് അത്തരം പർച്ചേസ് നടത്തേണ്ടതായിട്ട് വന്നത്, അത് അന്ന് ക്ലാരിഫൈ ചെയ്ത് പോയതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അതാ സമയത്ത് നിയമസഭയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഡേറ്റുകളൊക്കെ വിശദീകരിച്ച് പറയുകയുണ്ടായി. ആ ഡേറ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി പരിശോധിച്ച് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി കഴിയൂ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് അന്നത്തെ അടിയന്തര സാഹചര്യം പരിഗണിച്ചിട്ടാണ് ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം ആ സമയത്ത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ ജനങ്ങളെ സഹായിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ആശുപത്രികളിൽ ഇത്തരം ഉപകരണങ്ങൾ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള MLA മാർ ഏതാണ്ട് 1 കോടി രൂപയ്ക്കാണ് ജനറൽ ആശുപത്രിയിൽ ICU വെന്റിലേറ്ററുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടി MLA ഫണ്ടടക്കം ചെലവിടാൻ വേണ്ടി തയ്യാറായത്. അപ്പൊ അതൊക്കെ അന്നത്തെ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഇത്തരം ഉപകരണങ്ങൾ വാങ്ങിയത് എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ശരി, ജിൻഡോ ഒന്ന് കൈപൊക്കിയിരുന്നു വേഗം, എന്നിട്ട് എനിക്ക് ശ്രീ A. സജീവനിലേക്ക് പോകണം. വേഗം ജിൻഡോ. ഒറ്റ വാചകമുള്ളൂ വേണു. ഈ 3 ദിവസത്തെ വ്യത്യാസത്തിൽ 28-ാം തീയതി 550 രൂപയ്ക്ക് കിട്ടിയ കിറ്റ് 29-ാം തീയതി അതിൽ കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞിട്ടും 30-ാം തീയതി നിങ്ങൾ എന്തുകൊണ്ടാണ് 1550 രൂപയ്ക്ക് വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ അടിയന്തര സാഹചര്യം എന്ന് പറയല്ലേ? ഇത് പണ്ട് BJP-ക്കാർ ശവപ്പെട്ടിയിൽ കുംഭകോണം നടത്തിയതിന് തുല്യമാണ്. ഇവിടെ കേരളത്തിന്റെ ഡാറ്റയിൽ പോലും വിശ്വാസമില്ലാത്ത രീതിയിൽ നിങ്ങൾ മാൽ പ്രാക്ടീസസ് നടത്തിയെന്ന് മാത്രമല്ല, ആരോഗ്യ രംഗത്തെ അഴിമതി ഒരു കാരണവശാലും നമുക്ക് പൊറുക്കാൻ പറ്റില്ല. മറ്റു പലതും നമുക്ക് ഡിബേറ്റ് ചെയ്യാം. സാധാരണ മനുഷ്യരുടെ ആരോഗ്യത്തെ വെച്ചുകൊണ്ട് വിലപേശി കള്ളവ് നടത്തിയ നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റില്ല കേരളത്തിന്. ശരി, ശ്രീ A. സജീവൻ, ഇന്നലെ KK ശൈലജ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട സാഹചര്യം വരുന്നു. ആ ഘട്ടത്തിൽ അവർ പറയുകയാണ്, അനിത ടെസ്റ്റിക്കോട്ടൊന്നും എൻ്റെ മനസ്സിലില്ല, ഇപ്പോൾ ഉണ്ടായിരുന്നോ എന്നൊന്നും അറിയാതെ ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. അപ്പോൾ KK ശൈലജയെ പോലെ ഒരാൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ പോലും ഇല്ല എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അവിടെ എല്ലാ ദിവസവും ഈ കാര്യങ്ങളിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് നിന്ന് പ്രവർത്തിച്ചു എന്ന് പറയപ്പെടുന്നയാൾ, അതിൻ്റെ പേരിൽ ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ ഏറ്റുവാങ്ങിയ ആൾ, മഗ്സാസെ അവാർഡിൽ പോലും കിട്ടുന്ന രൂപത്തിലേക്ക് എത്തിയ ആൾ, 12ഓളം വിദേശ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രകീർത്തിച്ചയാൾ, അദ്ദേഹത്തിന് ഇന്നലെ മുതലൊരു ഓർമ്മക്കുറവുണ്ടായിരിക്കുന്നു. ഇന്ന് തോമസ് ഐസക് പറയുകയാണ്. അപ്പോൾ ഇവിടെ അവരുടെ മനസ്സിൽ തന്നെ അതില്ല. ഇനി തോമസ് ഐസക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, ഇവിടെ പ്രശാന്ത് പറയുകയുണ്ടായി സന്തോഷ് ട്രോഫിയുടെ കാര്യം. മാധ്യമങ്ങൾ ഈ സാൻഫാർമയുടെ യഥാർത്ഥ സ്ഥിതി കണ്ടെത്തുകയുണ്ടായി. പ്രതിപക്ഷത്തിനൊപ്പം തന്നെ നിന്നുകൊണ്ട് നിരന്തര പ്രതിപക്ഷമായിരിക്കുന്നവരാണ് മാധ്യമപക്ഷം. പ്രതിപക്ഷം ഇടയ്ക്ക് ഭരണപക്ഷമാകും, മാധ്യമപക്ഷം എന്ന് പറയുന്നത് നിരന്തര പ്രതിപക്ഷമാണ്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ സന്തോഷ് ട്രോഫിയോ ദുഃഖ ട്രോഫിയോ എന്ന ഗണത്തിൽപ്പെടുത്തുകയല്ല വേണ്ടത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. സജീവൻ സാർ, അപ്പോൾ ശൈലജ ടീച്ചർക്ക് ഓർമ്മയില്ല, ഐസക് പറയുകയാണ്. ഇന്ന് ആർജവത്തോടൊരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം വരുന്നുണ്ട്, ഈ കണക്കുകൾ വെച്ചുകൊണ്ട് ഈ അനിത ടെക്സ്കോട്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പോഴുള്ള ഐസക്കിൻ്റെ മറുപടി, ഐ ഡോണ്ട് നോ, അതൊക്കെ നോക്കേണ്ടി വരും എന്താണെന്നുള്ളത്. ഇവർക്ക് തന്നെ ഓർഡർ കൊടുത്തിട്ട് അതിൻ്റെ പാതി പോലും ഇവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ കമ്പനിക്ക് തരാൻ പറ്റാഞ്ഞിട്ടാണോ, എന്തുകൊണ്ടാണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇതൊക്കെ നോക്കണേ. എന്നിട്ട് ഒറ്റയടിക്ക് പറയുകയാണ്, എനിക്ക് ഉദ്യോഗസ്ഥരെ വിശ്വാസമാണ്, BJP-യുടെ CAG അല്ല എന്ന്. CAG ഉദ്യോഗസ്ഥരാണെന്നേ, അപ്പോൾ എനിക്ക് വേണ്ടി നിന്ന ഉദ്യോഗസ്ഥരെ മാത്രമാണ് എനിക്ക് വിശ്വാസം എന്ന് പറയുന്ന രൂപത്തിലേക്കല്ലേ ഐസക്കിൻ്റെ ബുദ്ധി ഇന്ന് ചുരുങ്ങിപ്പോയത്? ശ്രീ A. സജീവൻ. തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്ത, ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് തോമസ് ഐസക് പറഞ്ഞിട്ടുള്ളത്. കാരണം CNAG എന്ന് പറയുന്നത് BJP അധികാരത്തിൽ വന്ന ശേഷം, അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമല്ല. എത്രയോ കാലമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്താനും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും സർക്കാരിന് അതിൻ്റെ വിശദീകരണങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തിട്ട് അത് അത്തരത്തിലേക്ക് പോകേണ്ട സംവിധാനമാണ്. അപ്പോൾ CNAG എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ
ഒറ്റയടിക്ക് BJP-യുടെ എന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എന്നോ അങ്ങനെയൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തെ പൂർണ്ണമായിട്ട് നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുക. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ നിങ്ങൾ 1500 രൂപയ്ക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള കിറ്റ് വാങ്ങി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അതാണ് ഏറ്റവും യോഗ്യമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ മുഴുവൻ വാങ്ങിയതും ഈ ഫാർമയിൽ തന്നെ ആയിരിക്കണം. അതല്ലല്ലോ. ഇവിടെ വില കുറഞ്ഞ കിറ്റ് വാങ്ങിയിട്ടുണ്ട്, അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ അബിൻ വർക്കി പറഞ്ഞ പോലെ ഇവിടെ ഞങ്ങളിപ്പോഴും തരാമെന്ന് പറയുന്നു, ഇതിൽ വില കുറച്ച് തരാമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ പോലും അത് മാറ്റി വെച്ചുകൊണ്ട് കൂടുതൽ വിലയ്ക്ക് വാങ്ങി. അത് സർക്കാർ ചെയ്തു എന്നോ ശൈലജ ടീച്ചർ ചെയ്തു എന്നോ എന്നുള്ളതൊക്കെ അത് രാഷ്ട്രീയമായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ആരാണെന്താന്ന് പറയും. പക്ഷേ ഇതിലിങ്ങനെ സംഭവമുണ്ട്. ഇപ്പോഴാണ് ഈ പറയുന്ന രൂപത്തിൽ ഈ CNAGയുടെ റിപ്പോർട്ട് വന്നെങ്കിൽ പോലും ഇത് എത്രയോ കാലമായിട്ട് വാർത്തയായിട്ട് വന്ന കാര്യമാണ്, രാഷ്ട്രീയ പ്രതിപക്ഷം ശക്തമായിട്ട് ഉന്നയിച്ച കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോഴേ തന്നെ സർക്കാർ അന്വേഷിക്കേണ്ടതാണ്. ഇത്രയും ഈ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് 300% വ്യത്യാസം, അതായത് 3 ഇരട്ടി വില കൂടുതലിന് കിറ്റ് PPE കിറ്റ് വാങ്ങുന്നു. ഇത് ഇപ്പുറത്ത് വളരെ വില കുറച്ച് കിട്ടാനുള്ള സംവിധാനം ഇല്ലാതിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് പറയുന്ന അടിയന്തര സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ അടിയന്തര സാഹചര്യത്തിൽ പലപ്പോഴും ഇത്തരത്തിലൊക്കെ ചെയ്യേണ്ടി വരും, ഏറ്റവും വില കൂടിയ രൂപത്തിലൊക്കെ വാങ്ങേണ്ടി വരും. പക്ഷേ ഇവിടെ അടിയന്തര സാഹചര്യം ഉണ്ടാകണമെങ്കിൽ PPE കിറ്റ് കൊടുക്കാൻ തയ്യാറായിട്ട് ഒരു സ്ഥാപനം പോലും ഇല്ലാതിരിക്കണം. ഇവിടെ സ്ഥാപനങ്ങളുണ്ട്. അതാണ് അനിത ടെസ്കോട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൂടെ കൊടുക്കാൻ തയ്യാറായിട്ട് അത് വാങ്ങാതെയാണ് വേറെ വാങ്ങുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതായത് ഈ പറയുന്ന ഫാർമയുടെ കിറ്റ് മാത്രം വാങ്ങിയിട്ട് അത്രയും ഗുണനിലവാരമുള്ളതാണെങ്കിൽ എന്നാൽ പിന്നെ മൊത്തമായിട്ട് വില കൂടിയതാണെങ്കിൽ ഞങ്ങൾ ഈ ഗുണനിലവാരം നോക്കി കൊടുത്തു എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെയല്ല, മറ്റേത് വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംവിധാനത്തെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെന്താണെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത്. ഈ CNAGയുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതൊന്നും ഒരു മന്ത്രിയെ, നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിയാണെങ്കിൽ പോലും പറയാൻ പാടില്ല. കാരണം ഇതിൽ നേരത്തെ പ്രശാന്ത് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിനോട് ഞാൻ യോജിക്കുന്നു. സർക്കാരാണ് ഇത് വിശദീകരിക്കേണ്ടത്. സർക്കാർ വിശദീകരിക്കാറിഞ്ഞാൽ എപ്പോഴെങ്കിലും വിശദീകരിച്ചാൽ പോരാ. കാരണം ഇത് ഇന്നലെ റിപ്പോർട്ട് കിട്ടിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നുമില്ല. ഇത് നേരത്തെ തന്നെ ഉള്ള വിഷയമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ട് അതിനു മുമ്പേ തന്നെ വാർത്തയായിട്ട് വന്നുള്ളത് കൊണ്ട് ഈ വിഷയം സർക്കാരിന് മുമ്പിൽ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് മാറേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. അപ്പോൾ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റുമായിരുന്നു. ഇത് വിശദീകരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അടിയന്തര സാഹചര്യം എന്ന് പറയണമെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ നേരത്തെ ഒരു സ്ഥലത്ത് കിറ്റ് കിട്ടാതിരിക്കണം. അതല്ല, ഇത് അവൈലബിൾ ആണ്, വില കുറച്ച് ഞങ്ങൾ തരാമെന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കെ എന്തിന് വില കൂടിയത് വാങ്ങി? അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് ഈ BJP-യുടെ BJP-യുടെ CNAG ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ CNAG ആണോ എന്ന് പറയുകയല്ല വേണ്ട. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അന്ന് ഭരിച്ച ആളുകളാണെങ്കിലും ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ. ശ്രീ എ സജീവൻ, പക്ഷേ ഇത് അങ്ങ് കരുതുന്നുണ്ടോ ശ്രീ എ സജീവൻ, ശ്രീ VK പ്രശാന്തിനെ പോലെ ഒരാൾ ഈ കാര്യങ്ങൾ ധാരണയില്ലാതിരിക്കുകയാണ് എന്ന് ഒരു നിസ്സഹായത പ്രകടമാണോ? അതായത് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയേണ്ടതുമാണ്, പക്ഷേ ഇപ്പോൾ അത് പറയേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം മാത്രമല്ല എത്തിയിരിക്കുന്നത്, ഐസക് എത്തിയിരിക്കുന്നു. ഐ ഡോണ്ട് നോ. ശൈലജ പറയുന്നു എനിക്ക് ഓർമ്മയില്ല, അല്ലേ? ഇപ്പോൾ VK പ്രശാന്ത് പറയുന്നു സർക്കാരാണ് ഇതിന് മറുപടി പറയേണ്ടത്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഒന്നേ ഉള്ളൂ, മുഖ്യമന്ത്രി ഈ കാര്യത്തിലൊരു നിലപാട് പറയണം. അപ്പോൾ മാത്രമേ ഇവർക്കൊക്കെ ഈ കാര്യത്തിൽ വാതുറക്കാൻ കഴിയൂ. ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ സാൻഫാർമ, അതുപോലെ തന്നെ പച്ചക്കറി കയറ്റി വിടുന്നവർ, തട്ടുകട നടത്തുന്നവർ, ഇവരൊക്കെയാണ് ഇത്തരം സമയങ്ങളിൽ പെട്ടെന്ന് കൂണുപോലെ മുളച്ചു വന്ന് ഇത്തരം ഇടപാടുകളിലേക്ക് പോയത് എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നതാണല്ലോ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഇവർ കൊമ്പുകൊട്ടി ഇവിടെ കൊണ്ടുവന്ന സ്പ്രിംഗ്ലറിൻ്റെ കഥയും, അല്ലേ? അതും ഈ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ രഹസ്യങ്ങളെല്ലാം, ആ വിവരങ്ങളെല്ലാം കൈമാറാനുള്ള ആലോചനയിലേക്ക് പോയ ഘട്ടമായിരുന്നു. ഹൈക്കോടതി തന്നെ പറയുകയുണ്ടായി എല്ലാം അതുപോലെ തന്നെ തിരിച്ചു വാങ്ങണമെന്ന്. തിരിച്ചു വാങ്ങിയോ? സ്പ്രിംഗ്ലർ എന്തായി? അപ്പോൾ ഇങ്ങനെ ഈ കോവിഡിൻ്റെ കാലം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള കൊള്ള കൊടുക്കലുകളുടെ കാലം കൂടിയായിരുന്നോ? ഇതിലെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയുമെന്ന് കരുതാമോ? തൃപ്തികരമായ മറുപടി. ഇന്നിപ്പോൾ അദ്ദേഹം വൈദ്യുതി മന്ത്രി അവിടെ അടിച്ചിരുത്തി. കാർബോറേഷൻ നല്ല കമ്പനിയാണെന്ന് പറയുന്നു, ഒയാസിസ് നല്ല കമ്പനിയാണെന്ന് പറയുന്നു.
മുഖ്യമന്ത്രിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈ സർക്കാർ എങ്കിൽ അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ അവകാശങ്ങളോടെ നിലനിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറയാൻ കഴിയുക? അത് മുഖ്യമന്ത്രിയുടെ മാത്രം സർക്കാരാണോ അപ്പോൾ ഇത്? ഇവിടെ പ്രശാന്തിന് വ്യക്തതയുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം പ്രശാന്ത് ഇവിടെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സർക്കാർ പറയണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് വേണ്ടി പറയേണ്ടത് ഒന്നുകിൽ ആരോഗ്യമന്ത്രി പറയണം, അതിനേക്കാൾ കൂടുതൽ സർക്കാരിൻ്റെ ഏറ്റവും മുന്നിലുള്ള പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അല്ല, മുഖ്യമന്ത്രി കൈ ഉയർത്തി പറയും ഈ കൈകൾ ശുദ്ധമാണ്, എന്താണ് മറ്റേ മടിയിൽ കനമില്ല, ഇത്തരം കാര്യങ്ങൾ പറയും, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അല്ല, അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം CNAG എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടും കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് ഓഡിറ്റിംഗ് നടത്തിയിട്ട് ഓരോന്നും നമ്മൾ വെറുതെ പറയുന്ന പോലെ ഒരു പ്രസ്താവന ഇറക്കുകയല്ലോ, പ്രതിപക്ഷം നടത്തുന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരു പ്രസ്ഥാനമല്ലല്ലോ CNAG. കണക്കുകളാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാർ ഓരോ ഫയലും പരിശോധിച്ച് അതിലെ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് വ്യക്തത വരുത്തേണ്ട ചുമതല തീർച്ചയായിട്ടും ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് അത് ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്താണ് സംഭവിച്ചത്? CNAG പറയുന്നത് ഇതിൽ ഇത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്, അത് നഷ്ടമല്ല ലാഭമാണ് എന്ന് സർക്കാരിന് തെളിയിച്ചു കൊടുക്കാം. അത് തെളിയിച്ചു കൊടുക്കണമെങ്കിൽ അത് പറയണം, അതല്ലാതെ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ശരി, ശ്രീ ഡോക്ടർ SS ലാലും ഈ ചർച്ചയുടെ ഭാഗമാണ്. ഞാൻ ശ്രീ SS ലാലിലേക്കും ശ്രീ VK പ്രശാന്തിലേക്കും. ലാൽ, ഈ CNAG റിപ്പോർട്ടിൽ പുറത്തു വരുന്ന കാര്യങ്ങൾ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അത് എത്രമാത്രം ഗൗരവമുള്ള വിവരങ്ങളാണ്? ഇത് വളരെയധികം ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കഴിഞ്ഞ 40 വർഷത്തിലധികമായിട്ട് ആരോഗ്യരംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ ഏറ്റവും അവികസിതമായ രാജ്യത്ത് പോലും UN ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഒരിടത്തും ചെറിയ അഴിമതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കാതെ പിടിക്കപ്പെടും. പക്ഷെ ഒരു സംഘടിതമായിട്ട് ഇങ്ങനെ അഴിമതി നടക്കുന്നത് വളരെ ദുഃഖകരമാണ്. അത് ഇതുപോലെ വലിയൊരു കലാമിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അഴിമതി എന്ന് പറയുന്നത് അഴിമതി അല്ല എന്ന് പറയാൻ യാതൊരു ന്യായം ഇവിടെ കാണാത്തതുകൊണ്ട് അപ്പൊ ഇത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു പ്രശ്നമാണ്. ഇവിടെ മാത്രമല്ല, ആരോഗ്യവകുപ്പ് കുറെ അധികം വർഷങ്ങളായിട്ട് ഒരു കറവ് പശുവാണ്. അത് ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയാം. പല മന്ത്രിമാരും മുൻ മന്ത്രിമാരും അവരുടെ മക്കളും ഒക്കെ കൂടെ ചേർന്നാണ് ഇതിന്റെ പ്രൊക്യൂർമെന്റ് മുഴുവൻ കൈയടക്കി വെച്ചത്. അപ്പൊ ഇതിനകത്തൊരു ദൂഷിത വലയമുണ്ട്. അതിൽ ഇടതുപക്ഷക്കാരുണ്ടോ? അവസരം നോക്കി അതിൽ ഇടതുപക്ഷക്കാരുണ്ടോ? ഇടതുപക്ഷക്കാരായ മുൻമന്ത്രിമാരുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, അങ്ങനെയുണ്ടോ താങ്കളുടെ ആരോപണത്തിൽ? ഇത് രാഷ്ട്രീയ ഉപശാലകളിൽ നിന്ന് കേൾക്കുന്നതാണ്, എൻ്റെ CPM സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ കേൾക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരോഗ്യരംഗം മെച്ചപ്പെടുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിന്റെ അവസ്ഥ ഇന്ന് എല്ലാവർക്കും അറിയാം. കോഴിക്കോടിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ദിവസവും ഫോൺ വിളിക്കുന്ന ഒരാളാണ് ഞാൻ. കട്ടിലിൽ കിടക്കുന്നവനെ തറയെ കിടത്തുമ്പോൾ അത് വേറെ ആൾ വരുമ്പോൾ തറയെ കിടത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ആലോചിച്ച് നോക്കണം. സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ടൊക്കെ നമ്മൾ പറയുന്ന സ്ഥലമാണ്. അവിടെ തറയിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു കട്ടിൽ കിട്ടുമെന്ന് ചോദിച്ചൊരു മെഡിക്കൽ കോളേജ് സുഹൃത്തുക്കളെ വിളിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. സ്വകാര്യ ആശുപത്രികളെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ കിട്ടാത്തതുകൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സ നേടിയിട്ട് വലിയ ലക്ഷങ്ങളുടെ ചെലവ് വരും. അത് സ്വകാര്യ ആശുപത്രിക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ബില്ല് കുറച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ദിവസവും അത് പാർട്ടി വ്യത്യാസമില്ലാതെ ഫോൺ കിട്ടുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യം. ഞാൻ ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ആരോഗ്യരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനൊരു പ്രധാന കാരണം ഈ സമ്പത്തിന്റെ ചോർച്ചയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഇതിനകത്തല്ല ഈ നമ്മുടെ PP കിറ്റ് എന്ന് പറയുന്നത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ്. അഴിമതിയിൽ കുളിച്ചു നിൽക്കാൻ ആരോഗ്യവകുപ്പ് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. അതിനകത്തുള്ള ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയമായിട്ട് കരുതുകയും ചെയ്തത് CPM-ന്റെ വക്താക്കളായിട്ടുള്ള രാഷ്ട്രീയക്കാര് അല്ലാത്ത ഡോക്ടർമാർ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നവർ പോലും പറയുന്നത് വളരെ വിഷമത്തോടെയാണ്. ഒരൊറ്റ എക്സാമ്പിൾ. പക്ഷേ ശ്രീ SS ലാൽ, ഇപ്പൊ അങ്ങ് പറയുന്ന മെഡിക്കൽ കോളേജ് അടക്കമുള്ള കാര്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ അത് അങ്ങ് പറയുന്നത് വിശ്വസിക്കാതിരിക്കുകയല്ല. പക്ഷേ അത് 2016 മുതലുള്ള സാഹചര്യമല്ല, അതിന് മുൻപേ ഉള്ള സാഹചര്യമാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ വളരെയധികം മുന്നോട്ടാണ് പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് അങ്ങ് പറയുമ്പോൾ പോലും ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവരുടെ ഒരു എതിർവാദമാണ്, അങ്ങയുടെ മറുപടിക്കായി ചോദിക്കുകയാണ്. ഒരു കോവിഡ് രോഗി പോലും ഓക്സിജൻ കിട്ടാതെ കേരളത്തിൽ മരിച്ചിട്ടില്ല. എന്താണ്
കേരളത്തിന് പുറത്തുള്ള സാഹചര്യം അങ്ങേക്ക് അറിയുമല്ലോ. ധാരാവി അടക്കമുള്ള സാഹചര്യം അങ്ങേക്ക് അറിയുമല്ലോ. കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി 2, ഇത് ഏതെങ്കിലും ആശുപത്രികളിൽ ചികിത്സ നിഷേധിച്ചതിന്റെ ഭാഗമായി ഒരു കോവിഡ് മരണം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിന് പുറത്തുണ്ടായിട്ടുണ്ടല്ലോ, ഇന്ത്യക്ക് പുറത്തുണ്ടായിട്ടുണ്ടല്ലോ. 3, PPE കിറ്റ് അടക്കമുള്ള സുരക്ഷകളില്ലാതെ ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തന മേഖലയിലുള്ളവർക്ക്, ഡോക്ടർമാർക്ക്, മറ്റാരോഗ്യ പ്രവർത്തകർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിന് പുറത്തുണ്ടായിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ടായിട്ടുണ്ട്. ഇത് വാസ്തവങ്ങൾ പരിശോധിക്കാതുള്ള കഥകൾ മാത്രമാണ്. കേരളത്തിലാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് രോഗിയെ പുഴുവരിച്ചത്. അപ്പൊ അതുകൊണ്ട് കേരളത്തില് നമ്പർ 1 ആണെന്ന് പറയുന്നത് രോഗങ്ങളുടെ കാര്യത്തിലാണ്. അല്ല, ഈ പുഴുവരിച്ച സംഭവം കോവിഡുമായിട്ട് എന്താ ബന്ധം? കോവിഡ് കാലവുമായിട്ട് എന്താ ബന്ധം സാർ? അല്ല, ഞാൻ പറഞ്ഞ ആശുപത്രികളുടെ അവസ്ഥയെ പറ്റിയാണ് ഞാൻ 3 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. 3 ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഇന്ത്യക്ക് പുറത്ത്, കേരളത്തിന് പുറത്തുണ്ടായിരുന്ന 3 യാഥാർത്ഥ്യങ്ങൾ അത് കേരളത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ? നേരിട്ടുള്ള ചോദ്യമാണ് സാർ. തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെ ഇടപെട്ടാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ ഉപയോഗിക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറായത്. സ്വകാര്യ ആശുപത്രികൾ ഗവൺമെന്റ് പറയുന്ന ഫീസിൽ ചികിത്സിക്കാൻ തയ്യാറാണോ? അറിയാമോ നിങ്ങൾക്ക്? തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ, ഈ കേരളത്തിൽ 70% ജനങ്ങൾ പോകുന്ന സ്വകാര്യ ആശുപത്രികളാണ്. അവർ ചികിത്സിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അവരോട് പറഞ്ഞത് ഒരു കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്താൽ ആശുപത്രി അടപ്പിക്കുമെന്നാണ്. മുഴുവൻ ആശുപത്രികൾ നോക്കുകുത്തികളായിട്ടിരുന്നു. എന്നിട്ട് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 10 രൂപ പോക്കറ്റില്ലാത്ത ഒരാളെ, അയാളെ നിവൃത്തിയില്ലാതെ അവസാനം സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നത് എനിക്കറിയാം. അയാൾക്ക് 10 ലക്ഷം രൂപയാണ്. എന്റെ നിയോജകമണ്ഡലത്തിലുള്ള ആളുമായിരുന്നു. നാട്ടുകാർ പിരിവ് എടുത്തു കൊടുത്തതാണ്. അപ്പൊ അങ്ങനത്തെ ഇത് മുഴുവൻ ഈ നിപ്പയ്ക്ക് ശേഷം സിനിമ ഇറക്കിയതുപോലത്തെ കഥകൾ മാത്രമാണ്. നമ്മളാരും പ്രതീക്ഷിച്ചല്ല കേരളത്തിൽ ആര് ഭരിച്ചാലും കേരളത്തിൽ ഇത്രയും ഗുരുതര അവസ്ഥകൾ ഉണ്ടാകില്ല. അതിന് യാതൊരു സംശയമില്ല. കാരണം തിങ്ങി നിറഞ്ഞ് ജനങ്ങൾ ജീവിക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളുടെ നാട്ടിൽ കൂടുതൽ കേസ് വരും. നമ്മളാണ് ഏറ്റവും മുന്നിൽ. 2 എന്ന് പറയുന്ന പോലെ തെറ്റാണ്. മഹാരാഷ്ട്ര നമ്മുടെ ജനസംഖ്യയിൽ എത്ര ഇരട്ടിയാണ്. അവർ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ 1ആണ്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ കള്ളക്കണക്ക് കാണിക്കാൻ നോക്കിയപ്പോഴും രഹസ്യമായിട്ട് തിരിമറി നടത്തിയപ്പോഴാണ് നമുക്ക് ചീത്തപ്പേര് വന്നത്. കേരളത്തിൽ ആര് ഭരിച്ചാലും ചിലപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ വരുവാണ്. പക്ഷേ ഇതിനൊരു PR മെക്കാനിസത്തിന് വേണ്ടിയിട്ട് എനിക്കറിയാം. ഞാൻ തുടങ്ങുമ്പോൾ അമേരിക്കയിലാണുള്ളത്. ഞാൻ തുടങ്ങുമ്പോൾ ഇതിനാണ് ഒരു മാസം കഴിഞ്ഞ് കേരളത്തിൽ വരുന്നത്. അപ്പോഴേ ഇവിടെ കേരളത്തിന് അവാർഡ് പ്രഖ്യാപിക്കാൻ തുടങ്ങി. നമ്മൾ 1ാം സ്ഥാനമാണെന്ന്. അവിടെ കേസുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട് ചിലർ എഴുതുന്നത് കേരളത്തിൽ നിന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ അമേരിക്കയിലേക്ക് അയക്കാം. നമ്മളപ്പോൾ തയ്യാറെടുപ്പിനെ പോലും തളർത്തിക്കളഞ്ഞു. ഈ നമ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്. ഒരുപാട് കാര്യത്തിൽ നമ്പർ 1 ആണ്. അത് ശിശുതരം മരണനിരക്കായാലും മാതൃമരണനിരക്കായാലും ആയുസിലൊക്കെ അതൊരു ഗവൺമെന്റ്, 2 ഗവൺമെന്റിന്റെ സംഭാവനയൊന്നുമല്ല. അത് കേരളത്തിൽ 42 നദി ഉണ്ടാകുന്ന ഏതെങ്കിലും ഗവൺമെന്റ് തുടങ്ങിയാണോ? കേരളത്തിൽ ജനങ്ങൾക്ക് ആരോഗ്യ അവബോധം ഉള്ളതുകൊണ്ടാണ്. കേരളത്തിൽ കുടിവെള്ളം നല്ലതായതുകൊണ്ടാണ്. കേരളത്തിൽ കുളിക്കാൻ വെള്ളം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതിനെ മുഴുവൻ എപ്പോഴും ഈ നമ്പർ 1 എന്നുള്ള നമ്പർ എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ മാറ്റണം. നമ്മൾ എല്ലാത്തിലും നമ്പർ 1 അല്ല. നമ്മൾ ഓവറോൾ നമ്പർ 1 ആണ്. അത് ചരിത്ര നമുക്ക് അറിയാം. 10-100 വർഷത്തിന് തൊട്ടേ മുമ്പേ നമ്മൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് നമ്പർ 1 എന്നുള്ള ആ ബോക്സിനകത്തിനാൻ വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നതിനകത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് കേരളത്തില് കൂടുതൽ പേർക്ക് അസുഖം വന്നത് ആരുടെയും കുറ്റമല്ല, മന്ത്രിസഭയുടെ കുറ്റമൊന്നുമല്ല. പക്ഷേ കേരളത്തിൽ പൊതുജനാരോഗ്യത്തിന് വിരുദ്ധമായ ചില തീരുമാനങ്ങൾ എടുത്തു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നിടത്തുകൊണ്ട് റൂട്ട് മാർച്ച് നടത്തി. ലോകത്ത് എവിടെയാണ് നടന്നത്? ഞാൻ തിരിച്ചു പോയിക്കട്ടെ. പാവപ്പെട്ട തൊഴിലാളി മനുഷ്യരുടെ കോളനികളിൽ റൂട്ട് മാർച്ച് നടത്തിയത് എവിടെയാ? വേറെ രാജ്യത്തുണ്ടോ? അത് ഏത് നിയമം അനുസരിച്ച, പൊതുജനാരോഗ്യത്തിൽ ഏത് തത്വം അനുസരിച്ചാണ്? ഇറ്റലിയിൽ നിന്ന് വന്നവരെ പറ്റി അവർ റൂട്ട് മാർച്ച് അവരെ ഭീഷണിപ്പെടുത്തിയത് ഏത് നിയമം അനുസരിച്ചാണ്? ഞാൻ ലോകാരോഗ്യ സംഘടന പ്രവർത്തിച്ച ആൾ, ഇപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. പറയുന്ന രോഗം ഒരാളുടെ കുറ്റമല്ല എന്നാണ്. ഒരു ആശുപത്രിയുടെ മുന്നിൽ നിന്ന് ഡോക്ടറെ ആക്രമിച്ച ഒരാളും അയാൾ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെ രോഗിയാണ്. ഒരാളെയും കുറ്റപ്പെടുത്തരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. HIV കാലത്ത് തുടക്കത്തിൽ ഇതുപോലെ പറഞ്ഞാണ് ഇതൊക്കെ ബോംബെ രോഗമാണ്, അമേരിക്കൻ രോഗമാണെന്ന്. കേരളത്തിൽ രോഗം വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അതിന്റെ ആദ്യത്തെ സെന്റർ. അന്ന് എയ്ഡ്സ് എല്ലാം വന്നിട്ടില്ല. മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് അവിടെ വന്ന് പല പേരിലും കള്ളപ്പേരിലും ആളുകൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് പോയി. ഇത് നോക്കുമ്പോൾ HIV ഉണ്ട്. ഇവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ആളുകൾ പേടിച്ചു പോകുന്നതുകൊണ്ടാണ്. അപ്പൊ പ്രാഥമികമായിട്ടും പൊതുജനാരോഗ്യ രംഗത്ത് പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒറ്റയ്ക്ക് രോഗികളെല്ലാം വിമാനത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ പറയും ഇത് ഒരു ഉപദേശവും തേടാതെ കുറച്ചു പേരിരുന്നുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കേരള ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേര്? ഈ മന്ത്രിമാർ 1 മാൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിനെ മാറ്റിക്കളഞ്ഞു. എന്തൊരു കഷ്ടമാണത്. നിപ്പയിൽ പോലും കേരളം സത്യം പറയാൻ ഒന്നും നേടിയിട്ടില്ല. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം വെച്ചുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിന്റെ പേരിൽ സിനിമ ഇറക്കുകയാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്? കേരളം അറിഞ്ഞിരുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരുടെ പേരിലാണ്. വളരെ എഫിഷ്യന്റ് ആയിട്ട് ടീമാണത്. കുറെ അഡീഷണൽ ഡയറക്ടർമാരും ഉണ്ട്. അവരൊക്കെ എവിടെയാണ്? കോവിഡ് കഴിയുന്നതിന്റെ ഇടയിൽ തന്നെ ഒരു ആരോഗ്യവകുപ്പ് ഡയറക്ടർ
അവർക്ക് സർവീസ് തീരുന്നതിന് മുമ്പ് രാജിവെച്ചിട്ട് പോയി. 2 വർഷക്കാലം ആ പോസ്റ്റ് ഒഴിഞ്ഞു കിടന്നു. ആലോചിച്ച് നോക്കണം, ഒരു കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ് ഇതാണ്. പോലീസിനേക്കാൾ ആരോഗ്യ വകുപ്പിലാണ് ആളുള്ളത്. 5000 ജനസംഖ്യക്ക് 2 ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഇത്രയും 19,000 സ്റ്റാഫ് കൂടാതെ സ്റ്റാഫ് ഉൾപ്പെടുന്നു. ഞാനീ പറഞ്ഞത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളം നമ്പർ ഉണ്ടാകേണ്ടത് താങ്കളുടെ എന്റെ ആവശ്യമാണ്. പക്ഷെ ഇല്ലാത്ത കാര്യത്തിൽ കേരളം പല കാര്യത്തിൽ പിന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ 60% പ്രസവങ്ങൾ നടക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ്. 70% പേര് ജനങ്ങൾ പോകുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ്. സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നതുകൊണ്ട് സാമ്പത്തികമായി കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അത് കേരളത്തിൽ വളരെ കൂടുതൽ. UPക്ക് താഴെയാണ് കേരളം, തൊട്ട് അടുത്താണ്. അപ്പൊ ഇത് എങ്ങനെയാണ് കേരളത്തിൽ അഭിമാനിക്കാൻ കഴിയും? നമ്മൾ പറയുന്നത് ഈ ഒരു സർക്കാരിന്റെ അല്ല, ഏത് സർക്കാർ വന്നാലും പോയാലും കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകണം. അത് പറയാൻ കടപ്പെട്ടവരായോണ്ട് പറയുന്നതാണ്. അതിന് വേറെ എവിടെയെങ്കിലും കള്ളക്കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി സാർ. ശ്രീ വി കെ പ്രശാന്ത്, ഇവിടെ ഉയരുന്ന വിമർശനത്തിനുള്ള മറുപടി, പ്രത്യേകിച്ചും ഈ നമ്പർ 1 എന്ന് പറയുന്ന PR വർക്കിന് ഏറ്റ പ്രഹരമാണ് എന്നാണ് ഇവർ പറയുന്നത്. അല്ല, ഈ കേരളത്തെ ഇകഴ്ത്തി കാണിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾ ഇപ്പോൾ ഒരു വലിയ ശീലമാക്കി വെച്ചിരിക്കുന്ന ഒന്നാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ അമേരിക്കൻ മോഡൽ ഇവിടെ നടത്തണമെന്നാണ് ശ്രീ രമേശ് ചെന്നിത്തല അന്ന് നിയമസഭയിൽ പ്രസ്താവിച്ചത്. അതായത് രോഗം വന്ന ആളുകളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുക, ബാക്കിയുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടാണ് അന്ന് കേരളം മുന്നോട്ട് പോയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അത് എല്ലാ ഗവൺമെന്റുകൾക്കും പങ്കുണ്ട്, അത് ഞാൻ സമ്മതിക്കുക. അതെങ്ങനെയാ വന്നത്? നമ്മൾ തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികളിലൂടെയല്ലേ നമ്മൾ നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ള മാതൃമരണ നിരക്കായാലും ശിശുമരണ നിരക്കായാലും മറ്റ് പരിശോധനാ സംവിധാനങ്ങളിലായാലും ഒക്കെ മെച്ചപ്പെട്ട് നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാ വർക്കർമാർ മുതൽ അങ്ങ് സൂചിപ്പിച്ച ഹെൽത്ത് ഡയറക്ടർമാർ വരെയുള്ള വിഭാഗത്തെ ഒരു മുത്തിൽ കോർത്ത ഒരു മാലയിൽ കോർത്തതുപോലെ കൊണ്ടുപോയി കേരളം സമ്പാദിച്ചിട്ടുള്ള നേട്ടം തന്നെയാണിത്. അതിന്റെ മുന്നിൽ നിൽക്കുന്ന മന്ത്രിമാര് പേര് മിണ്ടാൻ വേണ്ടി പാടില്ല, ഡയറക്ടർമാരുടെ പേര് മാത്രമേ പറയാൻ വേണ്ടി പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് ബാലിശമായിട്ടൊരു വാദമാണ്. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശാ വർക്കർമാർ മുതൽ PHC മുതൽ തുടങ്ങി ഇങ്ങോട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഒരു വലിയ സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഗവൺമെന്റ് അല്ലേ, ഗവൺമെന്റ് സംവിധാനമല്ലേ. നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു വലിയൊരു ഭാഗം തുക ഇത്തരം ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുകയല്ലേ. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള സാക്ഷരത കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ആശാ വർക്കർമാർ ഉൾപ്പെടെ ഫീൽഡ് വർക്ക് നടത്തിക്കൊണ്ട് കൃത്യമായി പോകുന്ന ഒരു സംവിധാനത്തെ നയിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ്. അതിനെ ഇകഴ്ത്തി കാണിക്കേണ്ട ഒരു കാര്യമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശവശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചത് നമ്മുടെ രാജ്യത്ത് നടന്നതല്ലേ. അങ്ങ് പറയുന്നത് എന്താ, മെഡിക്കൽ കോളേജുകളിലേക്ക് ആളുകൾ പോകുന്നില്ല? അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങ് കിടക്കയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ശുപാർശ ചെയ്തു എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങ് ഒരു കൈ കൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ മോശമാണെന്ന് പറയുകയും അവിടേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യുന്ന പറയുന്നത് കിട്ടുന്നില്ല എന്നാണ്, കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പരാതി വരുന്നത്. കിട്ടുന്നില്ല. ഞാനിപ്പോ പറയുന്നത്, ഇപ്പൊ ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു നോക്ക്, ഒരു വെന്റിലേറ്റർ ഉണ്ടോന്ന്. എന്നോട് സൂപ്രണ്ട് പറഞ്ഞത് ലാലെ മുഖ്യമന്ത്രി പ്രതിപക്ഷം ചോദിച്ചിട്ട് പ്രതിപക്ഷ കൊടുക്കാറൊന്നുമില്ല, അതെല്ലാം കഴിഞ്ഞിട്ട് ലാല് തരാൻ പറ്റുമെന്ന്. ഞാൻ എനിക്ക് വേണ്ടി, എന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയല്ല, ഒരു സാധാരണ മനുഷ്യന് വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അതാണ് യാഥാർത്ഥ്യം. അങ്ങ് പറഞ്ഞതിന്റെ ഒരു വൈരുദ്ധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അങ്ങുമൊക്കെ ശുപാർശ ചെയ്യേണ്ട നിലയിലേക്ക് അവിടെ വെറുതെ കിടക്കുകയല്ലോ, അവിടെ രോഗികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്വകാര്യ ആശുപത്രികളിലും ആളുണ്ട്, നമ്മുടെ സ്വന്തം മെഡിക്കൽ കോളേജിലും ആളുണ്ട്. അവിടെ ബെഡുകൾ തികയാത്തൊരവസ്ഥയാണ്, കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ അത്തരത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണക്ക് തെറ്റിപ്പറയരുത്. കേരളത്തിൽ മെഡിക്കൽ കോളേജ് ബാക്കി 1000 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, 30,000 പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. ആ കണക്കറിയും. അല്ല, ഞാൻ പറഞ്ഞത് ആ ഉള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ നമ്മൾ നന്നായിട്ട് പരിപാലിക്കുന്നത് കൊണ്ടല്ലേ വലിയ കൊള്ള അല്ലെങ്കിൽ വലിയ ഫീസ് വർധനവയ്ക്കിന് സ്വകാര്യ മേഖലയ്ക്ക് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. ഇന്ന് മെഡിക്കൽ കോളേജിൽ ബെഡ് കിട്ടാതെ വരുമ്പോൾ ആളുകൾ ചിലപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകും. ഇനി പ്രൈവറ്റ് ആശുപത്രികളിൽ വലിയ ഫീസ് ഈടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും ഇങ്ങോട്ടേക്ക് വരികയാണ്, മെഡിക്കൽ കോളേജിലേക്ക് വരികയാണ്. അപ്പൊ ഇത്തരം ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി വെച്ചതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്ക് ഈ സർക്കാർ സംവിധാനം ഉള്ളത് കൊണ്ടാണ് വലിയ അമിതമായ ഫീസ് വർധനവിലേക്ക് നമുക്ക് കഴിയാതെ പോകുന്നത്. അപ്പൊ സർക്കാർ സംവിധാനത്തെ ഇകഴ്ത്തി കാണിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല എന്നുള്ളതാണ് ഞാൻ അങ്ങയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. ഉള്ള സംവിധാനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്, അങ്ങനെ പറയരുത്. ഞാൻ ആരോഗ്യവകുപ്പിൽ അസിസ്റ്റന്റ് സർജനായിട്ട് ജോയിൻ ചെയ്ത ആളാണ്, ഇപ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഭാഗമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇകഴ്ത്തുന്നത് പറയരുത്.
നിങ്ങളുടെ കുട്ടിക്ക് മാർക്ക് മോശം എന്ന് പറഞ്ഞാൽ ടീച്ചറിനോട് പറയൂ കൂടുതൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്ന് പറയണമെന്ന്. നിങ്ങളുടെ മകനായിരിക്കും, അതുകൊണ്ട് പഠിക്കാതിരുന്ന മാർക്ക് കിട്ടൂ. ടീച്ചറിനോട് പറയണം ക്ലാസ് ഫസ്റ്റ് ആണെന്ന്. അങ്ങനെ പറയരുത്. നിങ്ങളെക്കാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുല്യമായിട്ടുള്ള കമ്മിറ്റ്മെന്റോടെ ഞാൻ സംസാരിക്കുന്നത്. 83 മെഡിക്കൽ വിദ്യാർത്ഥിയായ ആളാണ് ഞാൻ. ആ രംഗത്ത് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇകഴ്ത്തുക പറയരുത്. വൃത്തിയോട് കാണിച്ച പിന്നെ എഴുത്തുന്നല്ല ഇത്രയും നേരം അങ്ങ് അത് ശരിയല്ല. അങ്ങ് ഇത്രയും നേരം സ്വകാര്യ മേഖലയെ വാഴ്ത്തുകയും കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം മോശമാണ്, ഇവിടെ മന്ത്രിമാരുടെ വാക്കുകളെ കാണാനുള്ളൂ, ഡയറക്ടർമാരെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാനത് തിരിച്ച് സർക്കാരിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങെന്തിനാണ് രോഷാകുലനാവുന്നത്? അങ്ങനെ ഞാൻ ഉയർത്തി കാണിക്കുകയുണ്ടായോ? അങ്ങ് പറഞ്ഞ വാദമുഖങ്ങൾ ശരിയല്ല എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എന്നെ മിസ്കോട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറയാം. അല്ല, അങ്ങ് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് നേരത്തെ ആദ്യം ചൂണ്ടിക്കാണിച്ച പോയിന്റുകൾക്കുള്ള മറുപടിയാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ അങ്ങയുമായിട്ട് തർക്കിക്കാനല്ല ഞാൻ മുതിർന്നത്. അങ്ങ് ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തകനാണ്, ഏറ്റവും മികച്ച അറിവുള്ള ആളാണ് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചത് ഗവൺമെന്റ് ആശുപത്രികളുടെ പോരായ്മകളുടെ ഭാഗം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ മറുപടിയിലേക്ക് വന്നത്. അല്ലാതെ അങ്ങ് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ശരി, അവസാനമായി പ്രശാന്ത്, സമയം കഴിയുന്നതുകൊണ്ടാണ് അവസാനമായി ശ്രീ വി കെ പ്രശാന്ത് ഒരു സെക്കൻഡ്, ലാൽ സാർ ഒന്ന് കൈ ഉയർത്തിയുണ്ട്. ഒറ്റ സെക്കൻഡ് പ്രശാന്ത്. ലാൽ സാർ വേഗം ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചോദിക്കാവോ വെന്റിലേറ്റർ അവൈലബിൾ ആണോ? ഞാൻ ആരോടും ചോദിക്കാതെ പറയാണ്. ഒന്ന് ചോദിക്കാവോ? ഞാൻ ചലഞ്ചായിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചാലും കേരളത്തിൽ ആരോഗ്യം മെച്ചപ്പെടുന്നത് എനിക്ക് വന്നാലും അങ്ങക്ക് മനസ്സിലാവാത്ത അവിടെ വെന്റിലേറ്റർ ഒഴിഞ്ഞു കിടക്കുകയല്ല, എല്ലാ വെന്റിലേറ്ററിലും ആളുണ്ട്. അതുകൊണ്ടാണ് പുതിയതായിട്ട് ഒരാളെ എടുക്കുന്നതിൽ പ്രയാസം വരുന്നത്. ഞാൻ ആ പോയിന്റാണ് വിശദീകരിച്ചത്. അത് പറഞ്ഞാൽ അസുഖം മാറുമോ? വെന്റിലേറ്റർ അവിടെ കൂടുതൽ വേണം, ഡോക്ടർമാർ കൂടുതൽ വേണം. നിങ്ങൾ നിയമിച്ചത് സൂപ്രണ്ടാണ് പറഞ്ഞത് കോവിഡ് കാലത്ത് 1200 സ്റ്റാഫിനെ തന്നാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരാളെ കൊടുത്തിട്ടില്ല. കണക്ക് വെച്ചാ പറയുന്നത്. CPM കാരുടെ തന്നെ ചോദിച്ചു നോക്കിയാൽ മതി. ഞാനിത് വേദന കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല. അല്ല, ഇപ്പൊ അങ്ങ് പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയി. ഞാൻ അങ്ങേ നിഷേധിച്ചതല്ല. ഞാൻ പറഞ്ഞത് അവിടെ ഉള്ള സംവിധാനങ്ങളെക്കാൾ കൂടുതൽ രോഗികൾ വരുന്നു, കൂടുതൽ ആളുകൾ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നു. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ കൂടുതൽ സംവിധാനങ്ങൾ വേണം. ശരി, ഈ പ്രശാന്തിന്റെ വാദം വ്യക്തമാണ് അതിനകത്ത്. പ്രശാന്ത്, അവസാനം ഒറ്റ കാര്യം കൂടി. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയും. ആ ഭാഗം എത്തുമ്പോൾ മാത്രമാണ് ഇതിൽ നിങ്ങളടക്കമുള്ള എല്ലാവർക്കും വ്യക്തതയോടെ പ്രതികരിക്കാൻ കഴിയുക. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ ചർച്ച എനിക്ക് അവസാനിപ്പിക്കാനാണ് ആ ചോദ്യം. അല്ല, അങ്ങ് മുഖ്യമന്ത്രി ഇതിനകത്തേക്ക് ബന്ധിപ്പിച്ച് അദ്ദേഹം ആകെ കുഴപ്പക്കാരനാണ് എന്നുള്ള നില സ്ഥാപിക്കാൻ വേണ്ടി അങ്ങ് ശ്രമിക്കേണ്ട. ഞാനിപ്പോ ഇതിന്റെ പേജുകൾ മറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ 78ാമത്തെ പേജിൽ കേന്ദ്ര ഗവൺമെന്റ് ആ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായിട്ടുള്ള PPE കിറ്റുകളുടെ വിവിധ രൂപങ്ങൾ സർക്കാരിന്റെ ഏജൻസികൾ വാങ്ങാൻ വഴി പ്രത്യേക അനുമതി നൽകിയിരുന്നു. ആ പ്രത്യേക അനുമതിയുടെ പശ്ചാത്തലത്തിലാണ് നേരത്തെ പറഞ്ഞ പോലുള്ള റേറ്റുകൾക്ക് ഈ സാധനങ്ങൾ വാങ്ങേണ്ട സാഹചര്യം വന്നത്. എന്ത് കാര്യമാണ് അതിനകത്ത് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ചാലേ മനസ്സിലാകൂ. ഇപ്പൊ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായിരുന്ന ഓർഡറുകൾ റദ്ദ് ചെയ്താണ് കൂടിയ വിലയ്ക്ക് വാങ്ങിയത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് കൂടുതൽ രേഖകൾ പരിശോധിച്ച് ഫയലുകൾ പരിശോധിച്ച് മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ശരി, പക്ഷേ സർക്കാർ സംവിധാനത്തിൽ ഇതിനോടകം തന്നെ അല്ലല്ല, കേരളത്തിൽ ആദ്യമായി ആകാശത്തുനിന്ന് പൊട്ടിവീണ CAG റിപ്പോർട്ട് അല്ല ഇത്. CAG റിപ്പോർട്ട് വരുന്ന പാടെ ഇതേ മീഡിയ റൂമിൽ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന CPM നേതാക്കന്മാർ, മന്ത്രിപദം വരെ അലങ്കരിച്ചിരുന്നവർ അതിവേഗം ആ കാര്യത്തിൽ നിലപാടുകൾ എടുത്തിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത വരേണ്ടതുണ്ട്. അതിനുശേഷം പൂവത്തൂർ ചിത്രസേനന്റെ പുതിയ വാഴ്ത്തുപാട്ട് വരേണ്ടതുണ്ട്. ആ ഈരടികൾ പാടാൻ നിയമസഭയിൽ ട്രഷറി ബെഞ്ച് നിറഞ്ഞിരിക്കേണ്ടതുമുണ്ട്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.